ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും നരകം കാണിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. എന്താണ് കാഴ്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു സംഘം ആളുകൾ അവരുടെ തല പാറക്കഷ്ണം കൊണ്ട് അവരുടെ സ്വന്തം തലകൾ ഇങ്ങനെ ചതയ്ക്കുകയാണ്. സ്വന്തം തല പാറക്കല്ല് കൊണ്ടിങ്ങനെ അടിക്കുകയാണ്. തലക്ക് സ്വന്തം തല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ആരാണ് ജിബ്രീലേ ഇത്? ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇവർ ചെയ്ത ദോഷമെന്താണ്? എന്തുകൊണ്ടാണ് അല്ലാഹു ഇവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഇവർ നിസ്കരിക്കാൻ മടിച്ചവരാണ്. നിസ്കരിക്കാൻ ഇവർക്ക് വല്ലാത്ത മടിയാണ്. നിസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തല അങ്ങ് പൊന്തൂല. സുബഹിക്ക് എഴുന്നേൽക്കാൻ അവരുടെ തലകളൊന്നും പൊന്തൂല, തലകൾ ഉയരില്ല. അപ്പം തലക്കെന്തോ ഒരു കനം പോലെയാണ് ഇവർക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അവരുടെ തലകൾ താളെ തല്ലി പൊളിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര നിസ്കാരങ്ങളാണ് നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ, നമ്മുടെ വീട്ടിൽ കല്യാണമോ എൻഗേജ്മെൻറ്റോ വല്ല എന്തെങ്കിലും ഫംഗ്ഷനുകൾ വന്നാൽ നമ്മൾ നിസ്കാരങ്ങളെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. ചെറിയ ഒരു തലവേദന വന്നാൽ നിസ്കരിക്കണ്ട എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ചിലരൊക്കെ കരുതുന്നത് അതാണ്, പനിയുണ്ടായാൽ നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ തലവേദന വന്നാൽ നിസ്കരിക്കണ്ട എന്നാണ്. എന്നാൽ അങ്ങനെയല്ലല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നത്. നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇരുന്നു കൊണ്ട് നിസ്കരിക്കണേ. ഇരുന്നു കൊണ്ടും നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ, ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ നിനക്ക് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ നീ കിടന്നുകൊണ്ട് നിസ്കരിക്കണേ. മലർന്ന് കടന്നുകൊണ്ട് നിസ്കരിക്കണേ. ചെരിഞ്ഞ് കടന്നുകൊണ്ട് നിസ്കരിക്കണമേ. കടന്നുകൊണ്ടും നിസ്കരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ മലർന്ന് കടന്നുകൊണ്ട് നിസ്കരിക്കണേ. അതിനും സാധ്യമല്ല എങ്കിൽ കണ്ണുകൊണ്ട് നീ നിസ്കരിക്കണേ. നിൻ്റെ ശരീരത്തിനൊന്നും അവയവങ്ങളൊന്നും അനക്കാൻ നിനക്ക് സാധിക്കുന്നില്ല, നിൻ്റെ കണ്ണുകൊണ്ട് നീ നിസ്കരിക്കണേ. കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കരിക്കണേ. കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാനും കഴിയാത്ത സാഹചര്യത്തിൽ പോലും അല്ലാഹ് പറയുന്നില്ല നിസ്കാരം വേണ്ട എന്ന്, നിസ്കരിക്കണ്ട എന്ന് പറയുന്നില്ല. നിൻ്റെ ശരീരത്തിൽ ബോധമുണ്ടെങ്കിൽ, നിൻ്റെ ശരീരത്തിൽ ബോധമുള്ള കാലമത്രയും നീ നിസ്കരിക്കണം. അവിടെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജിലെത്തി എന്നുകൂടി നാം ചിന്തിക്കണം. കണ്ണുകൊണ്ട് പോലും ആംഗ്യം കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും അല്ലാഹ് പറയുന്നില്ല നീ നിസ്കരിക്കണ്ട, നിസ്കാരം ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞതെന്താ? നീ ഖൽബ് കൊണ്ട് നിസ്കരിക്കണേ എന്നാണ്. അപ്പോൾ അത്രമാത്രം സീരിയസ് ആയ ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. വളരെ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി നിസ്കാരങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ, വീട്ടിലെന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ, കുടുംബത്തിലെവിടെയെങ്കിലും എൻഗേജ്മെൻറ്റ് വരുമ്പോൾ, കുടുംബത്തിലെവിടെയെങ്കിലും കല്യാണം വരുമ്പോൾ, കുടുംബത്തിലെവിടെയെങ്കിലും വീട്ടുകൂടൽ വരുമ്പോൾ നിസ്കാരങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ ഒന്ന് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തിലാണ് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. നിസ്കാരം നിങ്ങൾ നിലനിർത്തണം എന്നാണ് പറഞ്ഞത്. നിസ്കരിക്കണമെന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. നിസ്കാരം നിലനിർത്തണമെന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. അതെപ്പോഴും ചെയ്യേണ്ട പ്രവർത്തനമാണ്. അത് നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. അതുകൊണ്ട് നിസ്കരിക്കാൻ മടിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ തല അവർ തന്നെ തല്ലിപ്പൊളിക്കുമെന്ന് നബി
നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിറാജ് യാത്രയിൽ കണ്ട കാഴ്ചയാണ്. നരകത്തിൻ്റെ ഭയാനകമായിരിക്കുന്ന കാഴ്ചകൾ ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതായി കണ്ടത് മറ്റൊരു വിഭാഗം ആളുകൾ നാറുന്ന മാംസം, ചീഞ്ഞു നാറുന്ന മാംസം വേവിക്കാതെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ചീഞ്ഞു നാറുന്ന മാംസം അവരിങ്ങനെ വേവിക്കാതെ തിന്നുകൊണ്ടിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ആരാണ് ജിബ്രീലേ ഇവർ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്, അവർ വ്യഭിചാരികളായിരിക്കുന്ന ആളുകളാണ്, വ്യഭിചാരം ചെയ്ത ആളുകളാണ്. വ്യഭിചാരം മഹാപാപമാണ്. വലാ തഖറബുസ്സിനാ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന പ്രവൃത്തികൾ നിങ്ങളിൽ നിന്നുണ്ടാവരുത് എന്നാണ്. ആ പ്രവൃത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വ്യഭിചരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആ വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞത്. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങളാണ് അന്യ സ്ത്രീകൾ തമ്മിലുള്ള ഫോൺ വിളികൾ, അന്യ സ്ത്രീകൾ തമ്മിലുള്ള ചാറ്റിങ്, അന്യ സ്ത്രീകൾ തമ്മിലുള്ള സംസാരങ്ങൾ. ഇതെല്ലാം വ്യഭിചാരത്തിലേക്ക് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് ചില നിയമങ്ങൾ വെച്ചത്. നിങ്ങൾ അന്യ പുരുഷന്മാരെ കാണുമ്പോൾ കണ്ണ് ചിമ്മണേ എന്ന് സ്ത്രീകളോടും, അന്യ സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങൾ കണ്ണു ചിമ്മണേ എന്ന് പുരുഷന്മാരോടും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ പുരുഷന്മാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നബിയെ, അവർ അവരുടെ കണ്ണുകളെ ചിമ്മാൻ, അവരുടെ ഗുഹ്യഭാഗം സംരക്ഷിക്കാൻ. അത് കഴിഞ്ഞ ഉടനെ തന്നെ പറയുകയാണ് സ്ത്രീകളോടും പറയണം. വഖുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസികളായ സ്ത്രീകളോടും പറയണം യഗ്ദുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ ചിമ്മാൻ, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യഭാഗങ്ങൾ സംരക്ഷിക്കാൻ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, വളരെ വലിയ തെറ്റാണ് വ്യഭിചാരം എന്നുള്ളത്. നാളെ വ്യഭിചാരികൾക്കുള്ള ശിക്ഷ ഇങ്ങനെയാണ്, ചീഞ്ഞു നാറുന്ന മാംസം അവർ വേവിക്കാതെ തിന്നുമെന്നാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം കണ്ടത് അവരവരുടെ വസ്ത്രങ്ങൾ കീറിക്കൊണ്ട് നഗ്നത പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. സ്വന്തം വസ്ത്രങ്ങൾ കീറിക്കൊണ്ട് നഗ്നത പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. സക്കാത്ത് മുതലിനനുസരിച്ച് കൊണ്ട് തന്നെ കൃത്യമായി എണ്ണിക്കണക്കാക്കി സക്കാത്ത് കൊടുക്കണം. തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു പിച്ചക്കാരനെ, ഒരു ഭിക്ഷക്കാരനെ, ഒരു യാചകന് കേവലം നാണയത്തൊട്ടുകൾ കൊടുത്താൽ സക്കാത്താവില്ല. സക്കാത്തിന് കൃത്യമായി കണക്കുണ്ടാവണം. ഇത്ര സക്കാത്ത് നിർബന്ധമാകുന്ന കണക്കെത്തിക്കഴിഞ്ഞാൽ ആ കണക്കിൻ്റെ 2.5% പാവപ്പെട്ടവരായ സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ മുതലിനനുസരിച്ചു കൊണ്ട് കൃത്യമായി ചിട്ടപ്പെടുത്തി എണ്ണിക്കണക്കാക്കി സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അവർക്കുള്ള ശിക്ഷ ഇതാണ്, അവരവരുടെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പറിച്ചുകൊണ്ട് നഗ്നതകൾ പ്രദർശിപ്പിക്കുമെന്നാണ്. നാലാമത്തെ ഒരു വിഭാഗത്തെ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട നാലാമത്തെ വിഭാഗം, അവരവരുടെ വയറുകളിങ്ങനെ വീർത്തിരിക്കുന്നു. കാണാൻ വൈരൂപ്യമുള്ള തരത്തിൽ, കാണാൻ വിരൂപമുള്ള തരത്തിൽ അവരുടെ വയറുകൾ ഇങ്ങനെ വീർത്തു വരികയാണ്. വീർത്തു വന്നിട്ടോ അവർ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് അവർ മറിഞ്ഞു വീഴുകയാണ്. അവരിരുന്നിട്ടാണുള്ളത്. അവരെഴുന്നേൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർക്ക് കഴിയുന്നില്ല. ഈ വയറിൻ്റെ ഭാരം കൊണ്ട് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവർ മറിഞ്ഞു വീഴുകയാണ്.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് ജിബ്രീലേ ഇവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, ഇവർ പലിശ തിന്നുന്നവരാണ്. പലിശ തിന്നുന്നവരാണ് എന്ന് പറഞ്ഞാൽ പലിശ വാങ്ങുകയും കൊടുക്കുകയും അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണിവർ. പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ശിക്ഷ ഇങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പലിശ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞതുപോലെ ലോകാവസാനത്തിൻ്റെ അടയാളമാണ് പലിശ വ്യാപകമാവുക എന്നുള്ളത്. പലിശ വാങ്ങിക്കുവാൻ വേണ്ടി പല തരത്തിലുള്ള ന്യായീകരണങ്ങളും നമ്മൾ പറയും. പക്ഷെ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീന് പറയുന്നത് പലിശ വാങ്ങിക്കരുത് എന്നാണ്. ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടി, പെട്ടെന്ന് കാര്യങ്ങളൊന്ന് ശരിയാവാൻ വേണ്ടി നമ്മൾ ബാങ്കിലും മറ്റുമൊക്കെ ലോൺ എടുക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ആ ലോൺ കൊണ്ട് നമുക്ക് വലിയൊരു തലവേദനയായി മാറും. അത് പലിശയിൽ അല്ലാഹു ബർക്കത്തില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. യംഹഖുല്ലാഹു റിബ, പലിശയിൽ ബർക്കത്തില്ല. അല്ലാഹു ബർക്കത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. വയുർബി സദഖാത്ത്, സദഖയിലോ വർധനവുണ്ടാവും. സദഖ ചെയ്തു കഴിഞ്ഞാൽ ധനത്തിൽ വർധനവുണ്ടാവും. അല്ലാതെ പലിശ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ പലിശ കൊടുത്താലോ ഒന്നും മുതലിൽ ബർക്കത്തുണ്ടാവില്ല. ഞാൻ വാങ്ങിക്കുന്നില്ലല്ലോ, നമ്മൾ കൊടുക്കുന്നല്ലേ ഉള്ളൂ. രണ്ടും തെറ്റാണ്. പലിശ വാങ്ങിക്കലും തെറ്റാണ്, പലിശ കൊടുക്കലും തെറ്റാണ്. പലിശയുടെ കാര്യങ്ങൾ എഴുതി വെക്കലും തെറ്റാണ്. ഇതെല്ലാം തെറ്റാണ്. ആ പലിശ തിന്നുകിടുന്ന ആളുകളുടെ വയറുകൾ നാളെ വീർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, യാ മാശറൻ നിസാ, അല്ലയോ സ്ത്രീ സമൂഹമേ, അല്ലയോ സ്ത്രീ സമൂഹമേ, സ്ത്രീ വിഭാഗമേ. സ്ത്രീകളെ മാത്രം വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക ചെയ്യണേ. വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. നിങ്ങൾ ധാരാളമായി സ്വതക്ക ചെയ്യണേ, നിങ്ങൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലണേ. സ്ത്രീകളെ മാത്രം വിളിച്ചുകൊണ്ട് പറയുകയാണ്, തീർച്ചയായും ഞാൻ നരകത്തിലേറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. ഞാൻ നരകത്തിലേറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ സ്വതക്ക ചെയ്യണേ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. നരകത്തിലേറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൽ പെടാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദാനധർമ്മം നല്ലോണം ചെയ്യും, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഖാലത്ത് ഇംറാത്തും മിൻഹുന്ന, കൂട്ടത്തിൽ ഒരു പെണ്ണ് ചോദിച്ചു, ഒരു സഹാബിയത്തായ ഒരു പെണ്ണ് ചോദിച്ചു, മാലന അക്സറ അഹ്ലിന്നാർ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, നമ്മൾ എന്തുകൊണ്ടാണ് നരകത്തിൽ അധികമാകുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾ നരകത്തിൽ അധികമായി പോകുന്നത്?